മാതൃഭൂമി ന്യൂസ് ബിഗ് ഇമ്പാക്ട്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരിക്കുകയാണ്. വീട്ടിൽ നിന്നാണ് രാവിലെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. രഹസ്യ കേന്ദ്രത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്തൽ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നത്. പത്തനംതിട്ടയിലാണോ തിരുവനന്തപുരത്താണോ ചോദ്യം ചെയ്യുന്നതെന്ന് സംബന്ധിച്ച് ഇപ്പോൾ കൃത്യമായൊരു വിവരം നമുക്ക് ലഭ്യമല്ല. പത്തനംതിട്ടയിലാകാനാണ് സാധ്യത എന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ അറിയിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും ഉത്തരം കിട്ടേണ്ടതുണ്ട്. എത്ര സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി അടിച്ചു മാറ്റിയിട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് സംശയതകളുള്ള, അവരുടെ പങ്ക് എന്താണ്, പ്രതികരിക്കപ്പെട്ടവരുടെ പങ്ക് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷണ സംഘത്തിന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്, വിലയിരുത്തലിലേക്ക് പോകേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കണം ഹൈക്കോടതി ഇക്കാര്യങ്ങളൊക്കെ തന്നെ ആദ്യഘട്ട മോണിറ്ററിംഗ് എന്ന വണ്ണം 10 ദിവസം കൂടുമ്പോൾ അറിയിക്കേണ്ടത്. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു ദിവസമായി ഈ ദിവസം മാറുന്നുണ്ട്. പ്രശാന്ത് കൃഷ്ണ തിരുവനന്തപുരത്ത് ചെയ്തിട്ടുണ്ട്. പ്രശാന്ത്, ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയാണ് ചോദ്യം ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ, എത്ര മണിക്കൂറായി ഇപ്പോൾ ചോദ്യം ചെയ്യൽ പിന്നിട്ട് കഴിയുന്നുണ്ട്, ഇന്നത്തെ അറസ്റ്റിനുള്ള സാധ്യതയുണ്ടോ? പ്രജീഷ്, ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വിവരം, ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന് മുൻപാകെ ചോദ്യം ചെയ്യലിന് എത്തിയതാണ് എന്നൊരു വിവരവും ലഭിക്കുന്നു. പക്ഷേ നമുക്കതെല്ലാം സ്ഥിരീകരിക്കുന്നതിൽ ഒരു വ്യക്തത കുറവുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു വിവരവുമുണ്ട്. പക്ഷേ പത്തനംതിട്ടയിലാണ് ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത് എന്ന് സംബന്ധിച്ച നിഗമനം ശക്തമായിരിക്കുന്നു. എയർ ക്യാമ്പിലുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. എന്തായാലും ചോദ്യം ചെയ്യൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഒരേ സമയം തന്നെ ഇപ്പോഴും അന്വേഷണ സംഘം ചെന്നൈയിലും ഹൈദരാബാദിലുമുണ്ട്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രത്യേക അന്വേഷണ സംഘം വലിയ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 2019 മുതൽ നടന്ന ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണം പൂച്ചൽ ഇടപാടുകൾ അടക്കമുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. 2019 ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ പാളി സ്വർണം പൂശിയത്, കട്ടളപ്പാളി സ്വർണം പൂശിയത്, ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇന്നിപ്പോൾ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. അതായത് ഈ ചെന്നൈയിൽ നിന്ന് മറ്റ് കേരളത്തിന് പുറത്തുനിന്നുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ഈ അന്വേഷണം, ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, വിജിലൻസിൻ്റെ കണ്ടെത്തലുകൾ പലതും ദേവസ്വം റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവുകളും അതുപോലെ തന്നെ നടന്ന മൊഴികളുടെയും എല്ലാം അടിസ്ഥാനത്തിലാണ് ഈ വിജിലൻസ് റിപ്പോർട്ട്. ഇതിനപ്പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണം എവിടേക്ക് കടത്തി, ആ സ്വർണം ഇപ്പോൾ എവിടെയുണ്ട്, അതിന് മറ്റാർക്കെങ്കിലും വിറ്റോ, അത് മറ്റാർക്കെങ്കിലും ഈ ഒരു ഉയർന്ന മൂല്യത്തിന് വിൽക്കുകയാണ് ചെയ്തത്, അതോ സ്വർണം മാത്രം അഴിച്ചെടുത്ത് വിൽക്കുകയും ചെമ്പുപാളി മറ്റേതെങ്കിലും തരത്തിൽ കൈമാറ്റം ചെയ്യുകയും ചെയ്തിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ തെളിവുകൾ ശേഖരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് അത് പുറത്തു കൊണ്ടുവരിക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്കാണ് ഈ കേസ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം മാത്രമാണ് ഈ കസ്റ്റഡിയിലേക്ക് പോയത്. കാരണം അന്വേഷണ സംഘത്തിന് മുൻപാകെ വിജിലൻസ് റിപ്പോർട്ടിൻ്റെ കണ്ടെത്തലുകൾ വിശദമായി തന്നെയുണ്ട്. ഇതിന് പുറമെ പ്രത്യേക അന്വേഷണ സംഘം ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയ വിവരങ്ങൾക്കും തെളിവുകൾക്കും അപ്പുറത്തേക്കുള്ള കൂടുതൽ തെളിവ് ശേഖരണം നടത്തിയിട്ടുണ്ട്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിട്ടയക്കും എന്ന് നമുക്കിപ്പോൾ കരുതാനാകില്ല. കാരണം വളരെ പ്രമാദമായ കേസാണ്, പ്രധാനപ്പെട്ട കേസാണ്. ആ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് ചോദ്യം ചെയ്യൽ നടത്തിയ ശേഷം പിന്നീട് പുറത്തേക്ക് വിടുന്നത്, അതായത് പിന്നീട് മറ്റൊരു ദിവസം വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകുന്ന തരത്തിൽ വിട്ടയക്കാൻ സാധ്യതയില്ല. കാരണം ഇതൊരു ക്രിമിനൽ കേസാണ്, ശബരിമലയിലെ സ്വർണം കടത്തിയ കേസാണ്. മാത്രമല്ല ഇതിന് കേരളത്തിനപ്പുറത്തേക്ക് വിപുലമായി കിടക്കുന്ന വിട്ട് അയക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് മറ്റൊരു രീതിയിലേക്ക് പോയേക്കാം. കാരണം മറ്റ് ഒരു കൂടുതൽ സമയം ഇനി തെളിവ് നശിപ്പിക്കൽ അല്ലെങ്കിൽ ഈ ഇന്നത്തെ ചോദ്യം ചെയ്യലിൻ്റെ രീതി സംബന്ധിച്ചൊക്കെ അഭിഭാഷകരുമായി ഒരു പക്ഷേ പുറത്ത് ആശയവിനിമയം നടത്തിയേക്കാം. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എന്തായാലും കൊണ്ടെത്തിക്കാനുള്ള ഒരു സാധ്യത കാണില്ലല്ലോ. പിന്നീട് ഇന്നിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ കൂടി അറസ്റ്റിന് ഉതകുന്ന രീതിയിലേക്ക് ശക്തമായ രീതിയിൽ തെളിവുകളും അത് ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് പിന്നീട് കോടതിയിൽ ഹാജരാക്കുമ്പോൾ, പിന്നീട് റിമാൻഡ് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുമ്പോൾ എന്താണ് ഈ അറസ്റ്റിൻ്റെ വസ്തു എന്നടക്കം ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ദൃഢമായ രീതിയിൽ മാത്രം കാര്യങ്ങളെ ഏകോപിപ്പിച്ച ശേഷം, തെളിവുകൾ ശേഖരിച്ച ശേഷം അങ്ങനെ ഒരു നടപടി യിലേക്ക് പോവുക. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഒരു അറസ്റ്റിലുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനേ കഴിയില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്, അനുമാനിക്കേണ്ടത് പ്രശാന്ത്? തീർച്ചയായും അറസ്റ്റിനുള്ള സാധ്യത ഇന്നല്ലെങ്കിൽ ഈ വരും മണിക്കൂറുകളിൽ ആ സാധ്യത തള്ളിക്കളയാൻ തന്നെ സാധിക്കില്ല. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു അറസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കോടതിയിൽ നീങ്ങി ജാമ്യത്തിന് വേണ്ടി നീങ്ങുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടാകണം.
കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കുടുംബവും ഒരു അറസ്റ്റ് അല്ലെങ്കിൽ ഒരു കസ്റ്റഡി ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ ഒരു അറസ്റ്റ് ഉണ്ടാകാനുള്ള എല്ലാ ജാഗ്രതയും പുലർത്തിയിരുന്നു. അവരുടെ വീട്ടിലെ ഓരോ നീക്കങ്ങളും ആ തരത്തിലാണ് നടന്നിട്ടുള്ളത്. പ്രത്യേക അന്വേഷണ സംഘവും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഓരോ നീക്കങ്ങളും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ മണിക്കൂറുകളിൽ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം പോറ്റി അവരുടെ കൈവെള്ളയിൽ നിന്ന് വഴുതി പോകുന്ന തരത്തിലേക്കുള്ള സാഹചര്യം ഉണ്ടാകുന്നത് ശരി, പ്രശാന്ത് തുടരുക. ഇപ്പോൾ